ആ നവാസി നീയായിരുന്നോ? ആ പത്രത്തിന്റെ പൈസക്കായിരിക്കും അല്ലേ? അതെ ടീച്ചറെ. എത്രയായടാ? ടീച്ചറെ എല്ലാം കൂടെ കൂട്ടി 1000 രൂപയെ. നീ അവിടെ നിക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. ഇപ്രാവശ്യം ഇയാൾ എന്തോ പറയുന്ന ആർക്കറിയാം. നോക്കാല്ലേ? ഓ, ഈ നേരമില്ലാത്ത നേരത്ത് ഇതാരാ? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളൊന്ന് പോയി നോക്ക്. ഇത്തവണ ഈ മനുഷ്യൻ ചുമ്മാ നമ്മളെ പറ്റിപ്പാണ്. അതെ, എന്തൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് ആർക്കറിയാം. ഓ, നിന്നോടൊക്കെ മേലാൽ ഈ വീട്ടിൽ കയറരുന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? സർ, പ്ലാസ്റ്റിക് എടുത്തു വെച്ചിട്ടുണ്ടോന്ന് അറിയാൻ വന്നതാ. അറിഞ്ഞിട്ടെന്തിനാ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളായിരുന്നു. ഒരു 50 രൂപ യൂസർ ഫീയും കൂടെ തന്നാ മതി. എന്താ ഞാനൊരു സത്യം പറയട്ടെ, ഈ വീട്ടിൽ പ്ലാസ്റ്റിക് ഇല്ല. എന്നിട്ടാണ് ഇവിടെ ഇതൊക്കെ നിരന്ന് കിടക്കുന്നത്? എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുവാ? സാർ മര്യാദ പഠിപ്പിച്ചതല്ല. സാറിന്റെ വീട്ടിലേക്കുള്ള പല സാധനങ്ങളും ഒന്ന് പ്ലാസ്റ്റിക് കവറിലാണ് കിട്ടുന്നത്. മീന്, പച്ചക്കറികള് അതെല്ലാം പ്ലാസ്റ്റിക് കവറിലാണ് നമുക്കിന്ന് കിട്ടുന്നത്. അതുപോലെ വസ്ത്രങ്ങൾ വാങ്ങിക്കുമ്പോ എല്ലാം പ്ലാസ്റ്റിക് കവറിലല്ലേ? തന്നെയല്ല, എണ്ണ, പാല് ഇതെല്ലാം ഇന്ന് പ്ലാസ്റ്റിക് കവറിലാ കിട്ടുന്നത്. എന്റെ പൊന്നു കൊച്ചെ, നിങ്ങളുടെ ഈ സംസാരം കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് ചിരിയാ വരുന്നത്. ഞാൻ പാല് മേടിക്കുന്നതേ കുപ്പിയില്. അപ്പൊ ബാക്കിയൊക്കെയോ? ബാക്കിയൊക്കെ ഞാൻ സമയം കിട്ടുവാണെങ്കിലേ കത്തിച്ചു കളയും, അല്ലെങ്കിൽ എന്റെ പറമ്പിൽ എവിടെയെങ്കിലും കുഴിച്ചിടും. എന്നാലും നിങ്ങൾക്ക് തരില്ല. സർ, ഇതൊക്കെ കുറ്റകരമാണ്. പിന്നെ കുറ്റകരം? നീയൊക്കെ ആപ്പ കോപ്പെന്ന് പറഞ്ഞ് പല പ്രാവശ്യം എന്റെ വീട്ടിൽ കൊണ്ടൊട്ടിച്ചില്ലേ? ഞാൻ ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം അതല്ല ഇവിടുന്ന് പറിച്ചു കളഞ്ഞത്. സർ, ഇത് കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതിയാണ്. എല്ലാ ആളുകളും ഇതിനോട് സഹകരിക്കണമെന്നാണ്. എന്നാണ് വെപ്പ്. നീയൊക്കെ 8-10 മാസമായില്ലേ നാണമില്ലാതെ എന്റെ വീട് ഇങ്ങനെ കേറി ഇറങ്ങി നടക്കുന്നു. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ? നിങ്ങൾ ഇത് ആരോടാ മനുഷ്യ കിടന്ന് തൊള്ള ഉറക്കുന്നേ? നീ ഇത് കണ്ടില്ലേ? ഓ, ഇവളുമാരായിരുന്നോ? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് വേറെ പണികളൊന്നുമില്ല ഇവളുമാരോട് രാവിലെ സംസാരിച്ചോണ്ട് നിൽക്കാൻ. വേഗം ഓഫീസിൽ പോകാൻ നോക്ക്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പ്ലാസ്റ്റിക് എല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് അടുപ്പിലിട്ടാ കത്തിക്കുന്നത്. എന്നിട്ട് ഇവിടെ ആർക്കും ഒരു രോഗവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. അയ്യോ ചേച്ചി, അത് പാടില്ല. ചേച്ചിന്നോ? എടി, ഞാനൊരു സ്കൂൾ ടീച്ചറാ, അദ്ദേഹം ഒരു കോൺട്രാക്ടറും. നിനക്കൊക്കെ നാണമില്ല ഇമാതിരി പണിയായിട്ട് നടക്കാൻ? ഞങ്ങളുടെ പറമ്പിൽ ജോലിക്ക് ഇന്ന് ഇതിനേക്കാൾ നല്ല കൂലി കിട്ടും. പിന്നെ അസുഖങ്ങള് അത് വരുമ്പോ ഞാൻ അങ്ങ് കാശ് മുടക്കി ചികിത്സിച്ചോളാം. ടീച്ചറെ, നിങ്ങളെപ്പോലെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവര് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറരുത്. മാലിന്യം എടുക്കുന്ന ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട് കേട്ടോ ടീച്ചറെ. എന്നെങ്കിലും ഇതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. ആഹാ, നിങ്ങളായിരുന്നോ? കണ്ടില്ലല്ലോ എന്നോർത്തിരിക്കുകയായിരുന്നല്ലോ. എന്തു പറ്റി രണ്ടുപേരുടെ മുഖത്തൊരു വാട്ടം? ഒന്നും പറയണ്ടേ, മുഖത്തിനിട്ട് അടി കിട്ടിയില്ലെന്നുള്ളതേ ഉള്ളൂ. അവര് പട്ടിയെ പോലെ അധിക്ഷേപിച്ച് ആട്ടി ഓടിക്കായിരുന്നു ഞങ്ങളെ. ഇന്നും അപ്പുറത്തെ കൺട്രാക്ടൻ ടീച്ചർ നിങ്ങളെ ചീത്ത വിളിച്ചോ? അതൊന്നും സാരമില്ല മക്കളെ, നിങ്ങൾക്ക് ഞാനില്ലേ, നിങ്ങൾ ഇരിക്കുക, ഞാനിപ്പോ വരാം. നിങ്ങളിത് കുടി. അയ്യോ, ഇത്ത സമയമില്ലായിരുന്നു കേട്ടോ. അതൊന്നും സാരമില്ല, നിങ്ങളിത് കുടിക്കുമ്പോഴേക്കും ഞാൻ പ്ലാസ്റ്റിക്കും പൈസയും എടുത്തു വരാം. ഇതാ, ഇതുപോലുള്ള വീടുകളിൽ വരുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും സന്തോഷ സമാധാനം ലഭിക്കുന്നത്. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുവാ. ശരി, എന്നാ കാണാം. ശരി ശരി. എവിടാ? ചേട്ടാ, കുടിക്കാനൊരു ജ്യൂസ്. ഇത് കുളിക്കാനുള്ളതല്ല, കുടിക്കാനുള്ളത് തന്നെയാ.
അത് ശരിയാ. അത് ശരിയായില്ലല്ലോ ചേട്ടാ. എന്ത്? ആ കുപ്പി എങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞത്? പിന്നെ ഞാനിതെന്താ വീട്ടിൽ കൊണ്ടുപോകണോ? ചേട്ടൻ വീട്ടിലൊന്നും കൊണ്ടുപോകണ്ട. ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യാമല്ലോ. ആ. ആ കുപ്പി ഒന്ന് എടുത്തേ ചേട്ടൻ. എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഈ ബാസ്ക്കറ്റിലേക്ക് ആ കുപ്പി ഒന്നിട്ടേ. ആ അത് ശരി. ഇത്രേ ഉള്ളൂ. വൈകിട്ട് കടയടച്ചിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് കത്തിക്കാനായിരിക്കും. ഇതിനൊക്കെയുള്ള ആൾക്കാർ കൃത്യമായിട്ട് ഇവിടെ വരും. അവർക്കൊരു 100 രൂപ യൂസർ ഫീ കൊടുത്താൽ പരിപാടി ചെയ്യും. അത് ശരി. പിന്നെ പ്ലാസ്റ്റിക് വലിച്ചെറിയുക കത്തിക്കുക എന്ന് പറയുന്നത് 25,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പിഴയും തടവും കിട്ടുന്ന കുറ്റകൃത്യമാണ്. പിന്നെ ടിവിയും പത്രവും ഒക്കെ വായിക്കുമ്പോഴത്തേന് ഇതും കൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓ ശരി, ആയിക്കോട്ടെ. ഇപ്രാവശ്യം നമുക്ക് അതിയാന്റെ വീട്ടിൽ കയറണ്ടല്ലേ? എന്നാ ശരി, ആ, വിട്ടുപോയേക്കാം. ഹലോ, ഒന്ന് ഇവിടം വരെ വരാവോ? നമ്മളെ ചേച്ചി വിളിക്കുന്നുണ്ട്. പോണോ? പോണോ? പോയാലോ? പോണോ? പോകാം. ഇതാ ഇതൂടെ. എത്രയാ? സാർ 50 രൂപ. നിങ്ങൾ കഴിഞ്ഞ 10 മാസമായിട്ട് ഇവിടെ കയറി ഇറങ്ങുന്നതല്ലേ? എല്ലാം കൂടെ കൂട്ടി 500 രൂപ. അയ്യോ വേണ്ട അതൊന്നും സാർ. സാരമില്ല സാർ, ഏതായാലും സഹകരിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. അതെല്ലാം വിട്. നിങ്ങൾ എത്ര നാളായിട്ട് വരുന്ന ഇവിടെ? സാരമില്ല, ഇത് വെച്ചോ. വേണ്ട സാർ, ഇനി മുതലുള്ളത് കൃത്യമായിട്ട് തന്നാ മതി. ഇല്ല ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പിടി. എന്തായാലും കൊള്ളാം. തരുമെന്ന് നമ്മൾ കരുതിയതാണ്. നെയ്ത്ത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത്തയോട് നമുക്ക് പറയാം. എന്ത് പറ്റി, രണ്ടാളും ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ഒന്നും പറയണ്ട ഇത്ത. അപ്പുറത്തെ കോൺട്രാക്ടറെ ദേ പ്ലാസ്റ്റിക്കും തന്നു, കുടിശ്ശിക തീർത്ത് മുഴുവൻ പൈസയും തന്നു. എന്തു പറ്റിയെന്ന് അറിയില്ല. എന്തു പറ്റിയെന്ന് കൃത്യമായി അറിയില്ല മക്കളെ. ടീച്ചറെ പുറത്തേക്ക് കണ്ടിട്ട് കുറച്ച് നാളുകളായി. ക്യാൻസറോ മറ്റോ ആണെന്നാ പറഞ്ഞു കേട്ടത്. കാലങ്ങളായിട്ട് നമ്മൾ ടീച്ചറിനോട് പറയുന്നതാ പ്ലാസ്റ്റിക് ഇങ്ങനെ കത്തിക്കരുതെന്ന്. എന്ത് ചെയ്യാൻ, പറഞ്ഞാ അനുസരിക്കില്ലല്ലോ. അല്ല മക്കളെ, നിങ്ങൾ ഈ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ഒക്കെ എവിടെയിട്ടാ കത്തിക്കുന്നത്? അയ്യോ ഇത്ത, ഞങ്ങളിത് കത്തിക്കുകയല്ല. ഞങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് പല ഇനങ്ങളായിട്ട് തരംതിരിക്കും. എന്നിട്ട് സർക്കാർ ഏജൻസിയായ ക്ലീൻ കേരള എന്ന കമ്പനിക്ക് ഇത് കൈമാറുകയാണ് ചെയ്യുന്നത്. അവരിത് വീണ്ടും തരംതിരിച്ച് സംസ്കരിച്ച് വിവിധ പ്ലാസ്റ്റിക് ഉപകരണങ്ങളും പൈപ്പുകളും കസേരകളും ഒക്കെയും നിർമ്മിക്കുന്ന കമ്പനികൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പല പ്ലാസ്റ്റിക് വസ്തുക്കളും നിങ്ങൾ ഞങ്ങൾക്ക് കൈമാറുന്ന പ്ലാസ്റ്റിക്കാണ്. ഇതൊന്നും സമൂഹത്തിൽ അറിയില്ലല്ലോ. സാറേ, എനിക്കൊന്നൊരു ലീവ് വേണമായിരുന്നു. ഒരു രക്ഷയില്ല. ഈ മാസം 30-ന് 100% കവറേജ് പൂർത്തിയാക്കേണ്ടതാണ്. സാറേ, എൻ്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല. കുഞ്ഞാണേ ക്ലാസ്സില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കിട്ടിട്ട് എനിക്ക് വരാനും പറ്റത്തില്ല. ഞാൻ തന്നെയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ലീവ് ചോദിക്കുന്നത്. എന്ത് പറഞ്ഞാലും ശരി, അവധി അനുവദിക്കാൻ യാതൊരു മാർഗവുമില്ല. എന്തെങ്കിലും ക്രമീകരണം ചെയ്തേ തീരും. മോളിവിടെ നിൽക്കുക കേട്ടോ, അമ്മ ഇപ്പം വരാവേ. നീ വന്നോ? ഞാൻ ഒരു വഴിക്ക് പോകാനായിട്ട് നിൽക്കായിരുന്നു. എത്ര നേരമായി നോക്കി നിൽക്കുന്നു? ദാ അയ്യോ ചേച്ചി, ഇത് മൊത്തം അഴുക്കാണല്ലോ. നീ ഇത് മൊത്തം കൊണ്ടുപോകി കൊണ്ടുപോയേച്ചാ മതി. നീ ഇതിങ്ങനെ ഇത് കൊണ്ടുപോകാൻ മുഴുവൻ ഞങ്ങള് വാരിയിട്. പഞ്ചായത്തിൽ നിന്ന് വഴക്ക് പറയും. ഇത് മുഴുവൻ മാറി അതിൻ്റെ അകത്തിട്ട്. അയ്യോ ചേച്ചി. ഒരു ചേച്ചിയും ഇല്ല. നിനക്കിത് മുഴുവൻ കൊണ്ടുപോയെങ്കിൽ കൊണ്ടുപോയേച്ചാ മതി, അല്ലെങ്കിൽ എന്റെ കാശും തന്നേര്. അയ്യോ ചേച്ചി, അത് വാങ്ങല്ലേ. ഇന്ന് രാവിലെ മൊത്തം നടന്നിട്ടായി 50 രൂപ കിട്ടിയത്. എനിക്കൊന്നും അറിയണ്ട. ഇത് കൊണ്ടുപോകാമെങ്കിൽ മൊത്തം കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഇതിവിടെ വെച്ചിട്ട് പോവാം. ഇത് കൊടുത്തില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും പൈസ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയണ്ട. കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മുഴുവനും കൊണ്ടുപോവാ. ഇങ്ങനെ ഇത് കൊണ്ടുവന്നാൽ ഞങ്ങളെ വഴക്ക് പറയും. അതുകൊണ്ട് ഇതും പൈസയും ചേച്ചി തന്നെ വെച്ചോ. എന്നാ നീ ഇതൂടെ അങ്ങ് കൊണ്ടുപോടി. അമ്മ, എന്നാ പറ്റി അമ്മ? അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നമുക്ക് ഈ ജോലി വേണ്ടെന്ന്.
പറ്റിയോ അമ്മേ? കുഴപ്പമില്ല മോളെ. കണ്ടില്ലേ, ഇത്തരം ആളുകളാണ് നമ്മുടെ നാടിന്റെ ശാപം. ഹരിതകർമ്മസേന ചെയ്യുന്ന വലിയ പ്രവർത്തനത്തെ തിരിച്ചറിയാതെ പോകുന്ന ആളുകൾ. ഓരോ ദിവസവും വീടുകളിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി അവർ ചെയ്യുന്ന മഹത്തരമായ സേവനമാണ്. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമിയെയും പ്രകൃതിയെയും ചരാചരങ്ങളെയും കാണുന്ന പുഴകളെയും എല്ലാം തിരികെ നൽകാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അത് ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ ഈ ഹ്രസ്വ ചിത്രത്തിലൂടെ പ്രിയപ്പെട്ട ജയസൂര്യയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഹ്രസ്വ ചിത്രീകരണം തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ സുഹൃത്തുക്കളിലേക്കൂടെ ഇത് പകർന്നു നൽകാൻ നിങ്ങൾ തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുക.